നമസ്കാരം. 1939 രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കത്തിൽ പോളണ്ടിൽ ജർമ്മൻ നാസി അധിനിവേശമുണ്ടായി. പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സോയിലെ ജൂതരെ മുഴുവൻ വാഴ്സ ഗെറ്റോ എന്ന് വിളിക്കപ്പെട്ട പ്രത്യേക പ്രദേശത്തേക്ക് മാറ്റി. അവിടെ നിന്ന് പടിപടിയായി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് മാറ്റി കൂട്ടക്കൊല നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇങ്ങനെ വാഴ്സോ ഗെറ്റോയിൽ തടവിലാക്കപ്പെടുകയും പിന്നീട് യുദ്ധാവസാനം രക്ഷപ്പെടുകയും ചെയ്ത കുറച്ചു പേരിൽ ഒരാളായിരുന്ന പിയാനിസ്റ്റ് സ്പിൽമാന്റെ അനുഭവകഥയാണ് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിൽ 1ാം യൂണിറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻ ദ അറ്റിക്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഇതേ വാഴ്സോ ഗെറ്റോയിൽ നിന്ന് നിരവധി ജൂത കുട്ടികളെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ അപകടത്തിലാക്കിയ ധീരയായ ഒരു സാമൂഹിക പ്രവർത്തക ഐറിൻ സെൻഡലറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പോളിഷ് സാമൂഹ്യ പ്രവർത്തകയും മനുഷ്യസ്നേഹിയുമായിരുന്നു ഐറിൻ. ചെഗോട്ട എന്ന രഹസ്യ പ്രതിരോധ ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിച്ച അവർ കുട്ടികളെ രക്ഷിക്കാൻ അവിശ്വസനീയമായ വഴികളാണ് പ്രയോഗിച്ചത്. ഉപകരണങ്ങളുടെ പെട്ടികൾ, ഉരുളക്കിഴങ്ങ് ചാക്കുകൾ, സ്ട്രെച്ചറുകൾ എന്നുവേണ്ട കുട്ടകങ്ങളിൽ പോലും കുട്ടികളെ രഹസ്യമായി നാസി ഗാർഡുകളുടെ കണ്ണുവെട്ടിച്ച് പുറത്തേക്ക് കടത്തി. ഒന്നും രണ്ടുമല്ല, 2500-ലധികം കുട്ടികളെയാണ് ഇത്തരത്തിൽ ഇവർ രക്ഷപ്പെടുത്തിയത്. പിന്നീട് ഈ കുട്ടികൾക്ക് പുതിയ പേരുകൾ നൽകി പോളിഷ് കുടുംബങ്ങൾ, കോൺവെന്റുകൾ, അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിൽ താമസിപ്പിക്കുകയും ചെയ്തു. അവരുടെ യഥാർത്ഥ പേരുകൾ സംരക്ഷിക്കാനും ഭാവിയിൽ കുടുംബങ്ങളുമായി ഒത്തുചേരാൻ സഹായിക്കാനും ഐറിന ഓരോ കുട്ടിയുടെയും പേരെഴുതി തന്റെ പൂന്തോട്ടത്തിലെ ഒരു ആപ്പിൾ മരത്തിനടിയിൽ ഭരണികളിലാക്കി കുഴിച്ചിട്ടു എന്നാണ് കഥ. ഒടുവിൽ നാസിപ്പട്ടാളം അവരെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കൊടിയ പീഡനങ്ങൾ സഹിച്ചിട്ടും അവർ താൻ രക്ഷിച്ച കുട്ടികളുടെ വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തിയില്ല. പിന്നീട് വധശിക്ഷയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സെൻഡലർ താൻ രക്ഷിച്ച കുട്ടികളിൽ പലരും വളരുന്നത് കാണുകയും ചെയ്തു. ഏറ്റവും ഇരുണ്ട കാലത്തും ഒരു വ്യക്തിയുടെ ധൈര്യത്തിനും ദയയ്ക്കും ആയിരക്കണക്കിന് ജീവനുകളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഐറിന സെൻഡലറുടെ ധീരത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപാരമായ ആ നാരീശക്തിക്ക് പ്രണാമം.